ഇന്നൊരു സോളോ ഡേറ്റിൻ്റെ കഥ പറയാട്ടോ. പുതുവർഷം പിറന്നപ്പോൾ തന്നെ എന്നെക്കുറിച്ച് കൂടുതൽ അങ്ങ് സ്നേഹിച്ചേക്കാന്ന് തീരുമാനിച്ച് ഞാൻ നേരെ നമ്മുടെ വെലാച്ചേരിയിലുള്ള ഫീനിക്സ് മോളിലേക്ക് പോയി. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് സെൽഫ് ലവ്. അവനവനോടുള്ള സ്നേഹം കെട്ടുപോകാതെ സൂക്ഷിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിപ്ലവം. ഒരു ഗ്രൂപ്പ് ഫോട്ടോ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ നമ്മളുടെ മുഖം ഇങ്ങനെ സൂം ചെയ്ത് നോക്കാനും മാത്രയ്ക്ക് ഓരോ മനുഷ്യനും അവനവനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. നമ്മളുടെ തന്നെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആയിരിക്കണം നമ്മൾ എന്നാണ് എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം. പക്ഷേ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും അല്ലെങ്കിൽ പുതിയ ഘട്ടങ്ങളിലേക്കും പുതിയ റോളുകളിലേക്കും ഒക്കെ കടന്നു കയറുമ്പോൾ നമ്മളിൽ പലരും നമ്മളെ സ്നേഹിക്കാനും പരിചരിക്കാനും മറന്നു പോകാറുണ്ട്. പ്രാരാബ്ധങ്ങളും ഉത്തരവാദിത്തങ്ങളും കുടുംബവും കുട്ടികളും ഒക്കെയായി ജീവിതം നമ്മളെ പുതിയ ഇടങ്ങളിൽ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ മനഃപൂർവ്വമല്ലെങ്കിലും മറന്നു പോകാറുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നമുക്കതൊക്കെ മറക്കേണ്ടി വരാറുണ്ട്. അപ്പോഴാണ് ജീവിതം ഭയങ്കര നിരാശാജനകവും ഒരു ബാധ്യതയായിട്ടോ മടുപ്പായിട്ടോ ഒക്കെ മാറുന്നത്. പക്ഷേ നമ്മളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് സഫലീകരിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് സ്ഥലവും സമയവും സാഹചര്യവും ഇടവുമൊക്കെ കണ്ടെത്തുമ്പോൾ കുറച്ചൊക്കെ ജീവിതം അടിപൊളിയായിട്ടും കളർഫുള്ളായിട്ടും പോകും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടേ അവനവനെ സ്നേഹിക്കാൻ മറന്നു പോകാതിരിക്കുക. സെൽഫ് ലവ് ഇസ് ദ പ്യുവറസ്റ്റ് ഫോം ഓഫ് ലവ്. അപ്പോൾ എൻ്റെ സോളോ ഡേറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഷോപ്പിങ്ങും ഫുഡും ബുക്സും ഒക്കെയാണ്. അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണല്ലോ സെൽഫ് ലവിൻ്റെ ഏറ്റവും നല്ല ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ മോൾ തിരഞ്ഞെടുത്തത്. ഇവിടെ വന്നു H&M പോയിട്ടൊരു പാൻറ്റ് വാങ്ങിക്കണം എന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ജീൻസ് എടുത്തു, ഒരു ടോപ്പ് എടുത്തു, ഒരു കമ്മൽ വാങ്ങിച്ചു. പിന്നെ ഞാൻ ആ കാണിച്ച ബ്രേസ്ലെറ്റ് ഇല്ലേ, അത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന്, അതിൽ സെയിം സാധനം ബാംഗ്ലൂരിൽ നിന്ന് 25 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. അതിന് ഇവിടെ 295 റുപ്പീസ്. എൻ്റെ കണ്ണ് ചെറുതായിട്ടൊന്ന് തള്ളിപ്പോയി കേട്ടോ. പിന്നെ ഞാൻ 2 മണിക്കൂർ എൻ്റെ കെട്ടിയോനൊരു ഷർട്ട് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തിരഞ്ഞ് നടന്നു. പക്ഷേ എനിക്ക് കിട്ടിയില്ല. പിന്നെ എനിക്ക് നന്നായിട്ട് വിശന്നു. സോ ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഒരു ബർഗറും വാഫിളും കഴിച്ചു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു സോളോ ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. സീക്രട്ട്. എല്ലാ പുതുവർഷത്തിലും ഞാൻ വായിക്കാറുള്ളൊരു ബുക്കാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. അതവിടെ ഇരുന്നൊന്ന് വായിച്ച് എനിക്ക് തന്നെ കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുത്തു. എനിക്ക് എന്നെക്കുറിച്ച് ഒരുപാട് അഭിമാനവും ഒരുപാട് സന്തോഷവും ഞാൻ എനിക്ക് തന്നെ കെട്ടിപ്പിടിച്ചൊരു മുത്തമൊക്കെ കൊടുത്തു. പിന്നെ ഒരു എമർജൻസി കാരണം ദിസ് കുരുപ്പ് എൻറ്റേർഡ്. അങ്ങനെ എൻ്റെ സോളോ ഡേറ്റ് കെയിം ടു ആൻ എൻഡ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്തിരി ദൂരെ നിന്ന് ഒത്തിരി സ്നേഹത്തോടെ സ്വന്തം ജിപ്സി.